Watch full episodes on Jio Hotstar. ചേടാ ഗസിറ്റാറാം എന്റെ ചങ്ക എന്റെ ബ്രോ ഒരു പക്ഷേ മോട്ടു പത്ലു നമ്മുടെ ഒപ്പം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വളരെ സന്തോഷപ്പെട്ടിട്ടുണ്ടാകും. അവരില്ലാതെ മോഡേൺ സിറ്റിയിൽ ഒരു രസമില്ല അല്ലേ? ഓ നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ് ഡോക്ടർ ജഡ്ക. ഞാൻ അവരെ ഒരുപാട് തവണ വിളിച്ചതാണ്, പക്ഷെ അവര് വരില്ല എന്ന് പറഞ്ഞൂന്നേ. ഓ ഞാൻ നിങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മോട്ടു പത്ലുവിനെ ഞാൻ ചെന്ന് വിളിച്ചോണ്ട് വരാന്നേ. ആ വരൂ, എന്റെ വണ്ടിയിൽ കേറൂ. ചേടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഞങ്ങൾ എന്തിനു നിന്റെ വണ്ടിയിൽ കയറണം? പറ. വണ്ടിയിൽ ഇരിക്കേണ്ടി വരും. നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരനെ കിട്ടും, എനിക്ക് ആവശ്യത്തിനുള്ള പണവും കിട്ടും. ജീവനിൽ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ മര്യാദയ്ക്ക് പോയി വണ്ടി കയറി ഇരിക്കാൻ നോക്ക്. ഇനി മോട്ടു പത്ലുവിന് ഫോൺ വിളിക്ക. ചേടാ എന്റെ ചങ്ക എന്റെ ബ്രോ, ഇങ്ങനെ അവരെ വിളിക്കുന്നത് ഒട്ടും ശരിയല്ല. അതെ, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഞാൻ പറയാണ്, കോൾ അറ്റ് യുവർ ഓൺ റിസ്ക്. നിങ്ങളിപ്പോ മിണ്ടാതിരിക്കുന്നുണ്ടോ അതോ ഞാൻ വെടിവെച്ച് കൊല്ലണോ നിങ്ങളെ? ഹലോ മോട്ടു എന്റെ ചങ്ക എന്റെ മോട്ടു, നിനക്ക് നിന്റെ കൂട്ടുകാരെ വേണമെങ്കിൽ 50 ലക്ഷം രൂപ എടുത്തോണ്ട് മോഡേൺ സിറ്റിയിലുള്ള കോഫി ഹൗസിലേക്ക് വന്നാ മതി. എത്ര പെട്ടെന്ന് വരുന്നോ അത്രയും നല്ലത്. നിന്നെയാണല്ലോ ഒരു കാര്യത്തിനും കൊള്ളത്തില്ല. ഇനി ജോലി ചെയ്തില്ല നിന്നെ ഞാൻ ഇവിടെ ജോലിയിൽ നിന്ന് അങ്ങ് പിരിച്ചുവിടും കേട്ടാ. അണ്ടർസ്റ്റാൻഡ്? ചിങ്കം സർ, ഡോക്ടർ ജഡ്കയും ഗസിറ്റാറാമിനെയും ആരോ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയ്ക്ക് ധൈര്യമോ? അവരെ കിഡ്നാപ്പ് ചെയ്തിട്ട് അത് എന്നോട് തന്നെ വന്ന് പറയുന്നു. ചിങ്കം, ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. രണ്ടെണ്ണം അകത്തിരുന്ന കമ്പിയല്ലേ. ഡാഡി കണ്ടോ, ഒരു മിനിറ്റിനകം ഞാൻ എങ്ങനെ കള്ളന്മാരെ പിടിച്ച് അകത്താക്കിയെന്ന്? ഡാഡിക്ക് ഇപ്പൊ സന്തോഷമായില്ലേ? ചിരിക്കൂ, ഒന്ന് നല്ലപോലെ ചിരിക്കൂ ഡാഡി. മോട്ടു പത്ലുവാണ് ഈ നാട്ടിലെ ക്രൈം ഒക്കെ സോൾവ് ചെയ്യണ ആൾക്കാര്. അവന്മാരുടെ കൂട്ടുകാരെ എന്തിനാടാ കിഡ്നാപ്പ് ചെയ്യണേ? എന്തിനാണ് ഡാഡി? ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചേ ഇല്ല. പത്ലു, നീ തന്നെ പറ. ചിങ്കം സാർ, മോഡേൺ സിറ്റിയിൽ വെച്ച് ആരോ ഡോക്ടർ ജഡ്കയും ഘസീറ്ററാമിനെ കിഡ്നാപ്പ് ചെയ്തു. അവര് ചോദിക്കുന്നത് 50 ലക്ഷം രൂപയാണ്. ഞങ്ങൾ പൈസയും കൊണ്ട് പോവാണ്. അതുകൊണ്ട് നിങ്ങളും അവിടുത്തെ ഡബിസ്റ്റക് കോഫി ഹൗസിലേക്ക് എത്തിക്കോളൂ. ഐ ആം വെരി വെരി ഡിസപ്പോയിന്റഡ് വിത്ത് യു മാൻ. ഇനി ഇപ്പൊ നീ ഡോക്ടർ ജഡ്കയും ഘസീറ്ററാമിനെയും തിരിച്ച് സേഫ് ആയിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ നിന്റെ ജോലിയിൽ നിന്ന് തന്നെ പിരിച്ചു വിടും എന്റെ മോനെ. എന്റെ അമ്മോ, അങ്ങനെയൊന്നും പറയല്ലേ ഡാഡി. എന്റെ ജീവൻ പണയം വെച്ചിട്ടെങ്കിലും ഞാൻ അവരെ രക്ഷപ്പെടുത്തിക്കോളാം. ഐ മീൻ കമ്മീഷണർ സാർ, ഞാൻ ആ കള്ളനെ പിടിച്ചോണ്ട് വന്നോളാം. ഞാൻ കിഡ്നാപ്പറാണ് സംസാരിക്കുന്നത്. നിങ്ങൾ പൈസ എടുത്തോണ്ട് പോയിട്ട് കോഫി ഷോപ്പിൽ എനിക്ക് വേണ്ടി കാത്തിരിക്കണം. ഞാൻ ദേ പുറപ്പെട്ട് വരികയാണ്. പക്ഷേ കിഡ്നാപ്പർ ചേട്ടാ, ഞങ്ങൾ എങ്ങനെയാ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക? എന്റെ സ്റ്റൈൽ അതുപോലെയാണ്. എത്ര വലിയ ആൾക്കൂട്ടത്തിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്നെ മനസ്സിലാവും. നമുക്ക് അവിടെ വെച്ച് കാണാം. ഓക്കെ പത്ലു, കിഡ്നാപ്പർ ചേട്ടൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കണ്ട ഉടനെ നമുക്ക് അയാളെ മനസ്സിലാവുന്നതാണ്. എന്റെ അമ്മോ, ആ കള്ളൻ മോട്ടു പത്ലുവിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങുന്ന സമയത്ത് അവനെ ഞാൻ കയ്യോടെ പിടിച്ചിരിക്കും. ഡോക്ടർ ജഡ്കേനും ഘസീറ്ററാമിനെ രക്ഷപ്പെടുത്തി എന്റെ അച്ഛനെ, അതായത് കമ്മീഷണർ സാറിനെ ഞാൻ കൊണ്ടുപോയി കാണിക്കും. അറിയാമല്ലോ, ചിങ്കം എന്ത് പറയുന്നുവോ അതുപോലെ തന്നെ പ്രവർത്തിച്ച് കാണിക്കും. പത്ലു, ആ കിഡ്നാപ്പർ എന്താ പറഞ്ഞത്? ഉള്ളതിൽ വെച്ച് ഞാനായിരിക്കും വ്യത്യസ്തനെന്നല്ലേ? നീ അവിടെ നിൽക്കുന്ന മനുഷ്യനെ നോക്ക്. അവൻ തന്നെയാണ് കിഡ്നാപ്പർ എന്നാ എനിക്ക് തോന്നുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. പക്ഷെ മോട്ടു, നീ അവനെ ഒന്നും ചെയ്യരുത്. വിടൂല പത്ലു. എന്റെ അമ്മ, മമ്മി, ഡാഡി. സത്യം പറ. ഞാൻ പറയുന്നത് കേക്ക്. അമ്മയോ,
ഇപ്പൊ നിനക്ക് അമ്മയെ ഓർമ്മ വരുന്നുണ്ടല്ലടാ? എന്റെ കൂട്ടുകാരെവിടെ? എനിക്ക് നിന്നെ കണ്ടപ്പോഴേ മനസ്സിലായടാ. യു ആർ എ കിഡ്നാപ്പർ. എന്റെ അമ്മോ, ഞാൻ കിഡ്നാപ്പർ അല്ല, ചാർജ്. ഇളനീർ വീഴുന്നല്ലോ. ചിങ്കം സർ, നിങ്ങളായിരുന്നോ? അതെന്താ മുമ്പേ പറയാത്ത? യെസ്, ഞാൻ തന്നെയാണ്. ഇൻസ്പെക്ടർ ചിങ്കമ്മ. ബോട്ടൂരെന്നെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോറി ചിങ്കം സാറേ, എനിക്ക് നിങ്ങളെ പെട്ടെന്ന് മനസ്സിലായില്ല. ആ കിഡ്നാപ്പർ പറഞ്ഞിരുന്നു അയാൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായിരിക്കുമെന്ന്. ഞങ്ങൾക്ക് നിങ്ങളെ കണ്ടപ്പോ അങ്ങനെ തോന്നിയത് കൊണ്ടാ നിങ്ങളെ കിഡ്നാപ്പർ ആണെന്ന് കരുതിയത്. സോറി സർ. ഓ, അങ്ങനെയാണല്ലേ? ഇവർ രണ്ടുപേരും പോലീസിനെ വിളിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ചിങ്കം സാർ, വെരി സോറി. പിന്നെ ആ കിഡ്നാപ്പർ നിങ്ങളെ ഇവിടെ കണ്ടത് കാരണം ഇവിടുന്ന് ഓടിപ്പോയി കാണും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരും. ഇപ്രാവശ്യം നടന്നത് പോട്ടെ, അടുത്ത പ്രാവശ്യം ഇതുപോലെ സംഭവിച്ചാലുണ്ടല്ലോ പ്രശ്നമാവും. ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു ചാൻസ് തരുകയാണ്. ഇപ്രാവശ്യം നമ്മൾ തമ്മിൽ ഹാഫ് വേ ടവറിൽ കണ്ടുമുട്ടിയാ മതി. അവിടെ ലിഫ്റ്റ് ഒന്നുമില്ല. നിങ്ങൾ ഇതിനെ പടി കയറി വരേണ്ടി വരും. ഞാൻ ഏത് ഫ്ലോറിൽ വേണമെങ്കിലും നിങ്ങളെ വന്ന് മീറ്റ് ചെയ്യും. എത്ര വലിയ ബിൽഡിംഗ് അത്! ഈ ബിൽഡിങ്ങിന് ഭയങ്കര ഉയരമുണ്ട്. പക്ഷെ പോവാതിരിക്കാൻ പറ്റൂലല്ലോ. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ ഞങ്ങളെ രക്ഷിക്കാൻ വന്നു. മോട്ടുപത്രോ ഞങ്ങളെ വേഗം അഴിച്ചുവിടൂ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്റെ പൊന്ന് കള്ളച്ചേട്ടാ, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടോ? കോൾ അറ്റ് യുവർ ഓൺ റിസ്ക്. മോട്ടുപത്ര ശരിക്കും പെരുമാറും. എനിക്ക് നല്ലോണം അറിയാം നിങ്ങൾ എന്തോ ബുദ്ധിപരമായി ചെയ്യാൻ പോകുന്നു എന്ന കാര്യം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഈ 50 ഫ്ലോറും നിങ്ങൾ പടി കയറി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ശക്തിയേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ചോദിച്ച 50 ലക്ഷം എവിടെ? പത്ലു, ഇപ്പൊ എന്താ ചെയ്യാ? വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ. ഹലോ, ഞങ്ങൾക്ക് ഹാഫ് സെഞ്ചുറി മോളിന്റെ 50ാമത്തെ ഫ്ലോറില് സമോസകൾ വേണം. ഞാൻ നിങ്ങൾ രണ്ടുപേരെയും അഭിനന്ദിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഒരടി മുന്നോട്ട് എടുത്തു വെക്കാനുള്ള ശക്തി പോലും ഇല്ല. അതുകൊണ്ട് സമോസ കഴിക്കാൻ ആഗ്രഹിക്കുന്നുവോ? സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം. നല്ല മണം. കിഡ്നാപ്പർ! കിഡ്നാപ്പർ ഫയൽ 1, ലിഫ്റ്റ് തുറക്കൂ. തുറക്കാൻ പറ്റില്ല, തുറക്കാൻ പറ്റത്തില്ല. നീ തുറക്കൂലല്ലേ? ലിഫ്റ്റിനെ ഇനി മേളിലോട്ട് അയക്കരുത്. ഞങ്ങൾക്ക് ഇനി മേളിലോട്ടും താഴോട്ടും വീണ്ടും വീണ്ടും പോവാൻ കഴിയില്ല. വരൂ, മുകളിലേക്ക് പോകാം. നിന്നെ
ലിഫ്റ്റിന്റെ കൂടെ തന്നെ ഞാൻ മുകളിലേക്ക് അയച്ചു തരാം. സോറി, എനിക്ക് തെറ്റുപറ്റിപ്പോയി. എന്നെ അറസ്റ്റ് ചെയ്യൂ ചിങ്കം സാർ, അറസ്റ്റ് ചെയ്യൂ. അച്ഛാ, സോറി കമ്മീഷണർ സാറേ, ഞാൻ ആ കിഡ്നാപ്പറിനെ ഇപ്പോ പിടിച്ചു വെച്ചിരിക്കുകയാണ്. I am proud of you, Inspector Chingam. Keep it up. Watch India's largest kids library only on Jio Hotstar. Download the app now.